ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഏകദേശം ആരം 5370 കിലോമീറ്റർ, 7370 കിലോമീറ്റർ, 6370 കിലോമീറ്റർ, 4370 കിലോമീറ്റർ. ഉത്തരം 6370 കിലോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് നേരിട്ട് ശേഖരിക്കാവുന്ന വിവരസ്രോതസ്സ്. ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് നേരിട്ട് ശേഖരിക്കാവുന്ന വിവരസ്രോതസ്സ്. ഒന്ന്, ഭൂകമ്പ തരംഗങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ, ഭൂഗുരുത്വാകർഷണ ബലം, ഭൗമകാന്തികത്വം. ഉത്തരം അഗ്നിപർവ്വതങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തരംഗദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന ഭൂകമ്പ തരംഗം. തരംഗദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന ഭൂകമ്പ തരംഗം. ഉപരിതല തരംഗം, എസ് തരംഗം, പി തരംഗം, പ്രതല തരംഗം. ഉത്തരം പി തരംഗം. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂകമ്പ തീവ്രതയുടെ ഏകകത്തിനു നൽകിയിട്ടുള്ള പേര്. ഭൂകമ്പ തീവ്രതയുടെ ഏകകത്തിന് നൽകിയിട്ടുള്ള പേര്. റിക്ടർ, ന്യൂട്ടൺ, മെർക്കാലി, സെന്റിമീറ്റർ. ഉത്തരം മെർക്കാലി. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഭൂകമ്പ തരംഗങ്ങളാണ് ഏറ്റവും വിനാശകാരിയായിട്ടുള്ളത്? ഉപരിതല തരംഗം, എസ് തരംഗം, പി തരംഗം, ഇവയൊന്നുമല്ല. ആൻസർ ഉപരിതല തരംഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഗ്നിപർവ്വത വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളിൽ ഉൾപ്പെടാത്തത്. അഗ്നിപർവ്വത വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓക്സിജൻ, ക്ലോറിൻ, ആർഗൺ, ഹൈഡ്രജൻ. ഉത്തരം ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും വിസ്ഫോടകമായ അഗ്നിപർവ്വതങ്ങൾ. ഷീൽഡ്, കോമ്പോസിറ്റ്, ഫ്ലഡ് ബസാൾട്ട്, കാൽഡറ. ഉത്തരം കാൽഡറ. ഡെക്കാൻ ട്രാപ്പ് മേഖല ഏതുതരം അഗ്നിപർവ്വത പ്രവർത്തനത്തിലൂടെയാണ് രൂപപ്പെട്ടത്? ഡെക്കാൻ ട്രാപ്പ് മേഖല ഏതുതരം അഗ്നിപർവ്വത പ്രവർത്തനത്തിലൂടെയാണ് രൂപപ്പെട്ടത്? ഷീൽഡ്, കോമ്പോസിറ്റ്, ഫ്ലഡ് ബസാൾട്ട്, കാൽഡറ. ഉത്തരം ഫ്ലഡ് ബസാൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, അവതല ആകൃതിയിൽ രൂപപ്പെടുന്ന ആഗ്നേയ രൂപങ്ങൾ. ബാത്തോലിത്തുകൾ, ഫാക്കോലിത്തുകൾ, ലാക്കോലിത്തുകൾ, ലാപ്പോലിത്തുകൾ. ഉത്തരം ലാപ്പോലിത്തുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിശക്തമായ ഭൂകമ്പങ്ങൾ എന്നത് റിക്ടർ സ്കെയിലിൽ എത്രയിൽ കൂടുതൽ വ്യാപ്തി രേഖപ്പെടുത്തുന്നവയാണ്? അതിശക്തമായ ഭൂകമ്പങ്ങൾ എന്നത് റിക്ടർ സ്കെയിലിൽ എത്രയിൽ കൂടുതൽ വ്യാപ്തി രേഖപ്പെടുത്തുന്നവയാണ്? ഉത്തരം 8.